ഒരു 16 വയസ്സുകാരി അമ്മയോട് പിണങ്ങി വീട് വിട്ടു. തെ തെരുവിലിറങ്ങി. പിന്നെ എന്ത് സംഭവിച്ചു? എന്തായിരുന്നു അതിൻ്റെ പരിണതഫലം? രക്ഷപ്പെട്ടോ? അവൾക്ക് വിജയിക്കാൻ പറ്റിയോ? പിടിച്ചു നിൽക്കാൻ പറ്റിയോ? ഇന്നത്തെ വീഡിയോയിൽ ആ വിഷയമാണ് പറയുന്നത്. 16 വയസ്സ് മാത്രമെന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. അവൾക്ക് എത്ര ലോകപരിചയമുണ്ട്, എന്തൊക്കെ അറിയാം. പുറത്തു പോയാൽ, വീട് വിട്ടു പോയാൽ അവൾക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും കിടപ്പാടത്തിനും അവളുടെ ബേസിക് നീഡ്സിനുള്ള ക്യാഷും അക്കോമഡേഷനും അതിനുള്ള ചാൻസ് എവിടെ? ഇത് വല്ലതും ആലോചിച്ചിട്ടാണോ ഈ കുട്ടി പുറത്തിറങ്ങിയത്? അതിനുള്ള പ്രാപ്തിയായോ? അപ്പോൾ അമ്മ ശകാരിച്ചതിൽ മനംനൊന്താണ്. അമ്മമാർ ശകാരിക്കും. അത്യാവശ്യം നേർവഴിക്ക് നയിക്കാൻ ആവശ്യമായ ശിക്ഷാ നടപടികളൊക്കെ അമ്മമാർ സ്വീകരിക്കും. അത് വീട്ടിലുള്ള രീതി അങ്ങനെയാണ്. കുട്ടികളെ മെരുക്കി അടക്കി ഒതുക്കി അച്ചടക്കത്തോടെ തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ പെൺകുട്ടി വീട് വിട്ടു? അപ്പോൾ അതിൽ കുട്ടി ധരിച്ചിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എനിക്കെന്നും ഉപദ്രവവും വഴക്കും ശകാരവും ശല്യവും സഹിക്കാൻ വയ്യ, വീടങ്ങ് വിട്ട് പുറത്തിറങ്ങിയാൽ എല്ലാം ഭദ്രമാണ്, എവിടെയെങ്കിലും പോയി ജീവിക്കാം. കുട്ടി അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. പുറം ലോകത്ത് എല്ലാം ഭദ്രമാണ്, എവിടെയെങ്കിലും എനിക്കൊരു ഇടം കിട്ടും ജീവിക്കാൻ, ഈ ശല്യത്തിൽ നിന്ന് എങ്ങനെയും ഒഴിവാകണം എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് കുട്ടി നേടിയെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീട്ടിലെങ്ങനെ ശല്യമായി? വീട്ടിൽ നമ്മൾ അച്ഛനമ്മമാരും അറിയണം. കുട്ടികളെ ശിക്ഷിച്ചും ശാസിച്ചും തന്നെ വളർത്തണം. അവരുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ വിലക്കണം, അവരെ നേർവഴിക്ക് നയിക്കണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വിവേകമതികളായിട്ടും വിവേകമുള്ളവരായിട്ടും വളർത്തിയെടുക്കണം. ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചട്ടക്കൂടുകൾക്കകത്ത് അവരെ മൂശയിലിട്ട് വാർത്തെടുത്ത് അവർ വളർന്നു വരുമ്പോൾ നല്ല പൗരന്മാരായിട്ട് വളർന്നു വരും. അതിനുള്ള എല്ലാ കരുക്കളും നമ്മൾ മാതാപിതാക്കൾ നീക്കണം. പിന്നെ ഇവിടെ എന്താ പറ്റിയത്? വീട് വിടാൻ തക്ക ശിക്ഷ. അപ്പോൾ ശിക്ഷ കടുത്തു പോകുന്നു, കുട്ടിക്ക് താങ്ങാവുന്നതിലധികം ശിക്ഷയായി പോകുന്നു. അത് ആ അമ്മ അറിയുന്നില്ല. കുട്ടി അത് രക്ഷയായിട്ടല്ല കണ്ടത്, മറിച്ച് അവളെ നിരന്തരം പീഡിപ്പിക്കുന്നതായിട്ടാണ് അവളത് കണ്ടത്. അത്ര വരെ നമ്മുടെ പേരൻസ് പോകണോ? ശിക്ഷ കൊടുക്കുന്നതിനുമുണ്ടൊരു പരിധി, ശിക്ഷിക്കേണ്ടതിനുമുണ്ട് രീതികൾ. അപ്പോൾ അമ്മ ആ ബാലപാഠം പഠിച്ചില്ല. എന്തുകൊണ്ടോ അവളെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും മാത്രം ചെയ്യുന്ന, അവളെ ഹർട്ടാക്കുന്ന മാത്രം, അവൾക്കതൊരു ശല്യമായിട്ട് തോന്നുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന, എങ്ങനെയും രക്ഷപ്പെടണമെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ശിക്ഷാ നടപടികളാണ്, വഴക്ക് പറച്ചിലാണ് അമ്മ സ്വീകരിച്ചത്. അതല്ല അവിടെ വേണ്ടത്. കുട്ടികളെ ഫ്രണ്ട്സായിട്ട് നിർത്തി എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംവദിക്കുന്ന മാതാപിതാക്കളായിട്ട് വേണം. അത് അധ്യാപകരായാലും അങ്ങനെ തന്നെ. ഏത് നേരം അവരുടെ അടുത്ത് കർശന ബുദ്ധിയോടെ നിന്നാൽ അവർ മനസ്സ് തുറന്ന് നമ്മളെ അടുത്തൊന്നും പറയില്ല. അവർ നമ്മളോട് മനസ്സ് തുറക്കണമെങ്കിൽ നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിരിക്കണം. മാതാപിതാക്കളും അതുപോലെ തന്നെ. എല്ലാ കാര്യങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്യുകയും തെറ്റെന്ന് പറഞ്ഞു കൊടുക്കുകയും അരുതാത്തതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും അത് സന്ദർഭോചിതമായിട്ട് അവർക്ക് തെളിവ് നിരത്തി കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ റെഡിയാക്കിയെടുക്കണം. ഇനി ഈ 16കാരി തെരുവിലിറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കുട്ടിയെ നമ്മൾ അസ്വാഭാവികമായി, കുട്ടി ബീച്ചിലാണ് ഇരുന്നത്, അസ്വാഭാവികമായ ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടാൽ, നമ്മൾ കണ്ട ആളുകൾ, ആണുങ്ങളോ പെണ്ണുങ്ങളോ എന്താ ചെറുപ്പക്കാരോ ആരായാലും എന്താ ചെയ്യേണ്ടത്? നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലൊന്ന് വിവരം അറിയിക്കാം, ഒരു സംശയത്തിൻ്റെ പേരിൽ. അല്ലെങ്കിൽ കുട്ടിയോടൊന്ന് ചോദിക്കാം, എന്താ നീ ഇവിടെ ഇരിക്കുന്നത്? കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ അടുത്ത് ചെയ്യുന്നത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല സംഭവിച്ചത്. കുട്ടിയെ പരിചയപ്പെട്ടവർ സാമൂഹ്യ വിരുദ്ധ ശക്തികളായിരുന്നു.
അവരവളെ നേരെ അതുപോലുള്ളവരുടെ ഛിദ്രശക്തികളുടെ കൈകളിലേക്കാണ് കൊണ്ടുപോയത്. നിനക്കൊരു അഭയം തരാമെന്നും പറഞ്ഞ് നേരെ സാമൂഹ്യ വിരുദ്ധ മേഖലകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവളെ അവർ ഉപദ്രവിക്കുകയോ കൈകാര്യം ചെയ്യുകയോ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഏതായാലും കൊന്നില്ല. അന്ന് തന്നെ പുറത്ത് വിട്ടു. 4000 രൂപയും കയ്യിൽ കൊടുത്ത്, അവർക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട പൈസയും കൊടുത്ത് അവരുടെ ആവശ്യവും കഴിഞ്ഞ് കുട്ടിയെ കൊണ്ട് റോഡിൽ തള്ളിയപ്പോഴേക്കും കുട്ടിയുടെ അവസ്ഥ, മാനസികവും ശാരീരികവുമായ സാമൂഹ്യവുമായ അവസ്ഥ എന്തായി? വെറും 16 വയസ്സ്. ഏതായാലും നമ്മുടെ കർമ്മകുശലരായ പോലീസുകാർ അമ്മയുടെ വീട്ടിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസം വീണ്ടും ബീച്ചിൽ പെൺകുട്ടിയെ കണ്ടെത്തി. കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോഴേക്കും സംഭവം കൈവിട്ടിരുന്നു. ജീവിതവും മാനഹാനിയും, ജീവിതം നഷ്ടപ്പെട്ടു, മാനഹാനി മിച്ചം. അത്രയും ചെറുപ്രായത്തിൽ അവൾ ക്രൂരമായ കൈകളാൽ നശിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു, നിയമ നടപടികൾ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് പുറം ലോകത്തിലുള്ള അവസ്ഥ. പുറത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും ഛിദ്രശക്തികളുണ്ട്, സാമൂഹ്യ വിരുദ്ധ ശക്തികളുണ്ട്, അതിൻ്റെ ലോബികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഓരോ സമൂഹത്തിന് അതിൻ്റേതായ രീതിക്ക്, ഓരോ സൊസൈറ്റിക്ക് അതിൻ്റേതായ രീതിക്കുള്ള ഛിദ്രശക്തികളും ഇരുളിലോ മറവിലോ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കും. ഇത് നമ്മളെല്ലാവർക്കും ബോധ്യം വേണം. കുട്ടികൾക്ക് മാത്രം പോരാ, കുട്ടികളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അങ്ങനെ പോകാതിരിക്കാൻ വേണ്ട ബാലപാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം. നമ്മളും ശ്രദ്ധിക്കണം. സൊസൈറ്റി ഈവിൾസ് ഉണ്ട്, എവിടെയോ അത് ഒളിച്ചിരിപ്പുണ്ട്. അത് അതിൻ്റെ തക്കം കിട്ടുമ്പോൾ അത് ഉണരും. രാത്രിയോ പകലോ ഒറ്റയ്ക്കോ ഇടവഴിയിലോ എവിടെയെങ്കിലുമൊക്കെ അതുണ്ടാകും. നമ്മളതിൽ ഒരു മുൻകാഴ്ച, ഒരു ഉൾക്കാഴ്ച നമുക്കെപ്പോഴും വേണം. സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാഷിനാകാം, സ്വർണത്തിനാകാം, അല്ലെങ്കിൽ മറ്റ് ശാരീരിക ഉപദ്രവങ്ങളാകാം, അല്ലെങ്കിൽ ലൈംഗിക പീഡനങ്ങളാകാം. അങ്ങനെ നിരവധി സാമൂഹ്യ വിരുദ്ധ ലോബികൾ എവിടെയൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിത്രയും പോലീസ് സംവിധാനങ്ങളും നിയമവും നീതിന്യായ കോടതികളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷം അതിലേക്ക് തന്നെ തിരിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ വീട് വിടുന്നതോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നതോ ആയ കുട്ടികളെ, ആണിനെയും പെണ്ണിനെയും അതുപോലെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കുക, പീഡനം ഏൽപ്പിക്കുക എന്നൊക്കെ ഉള്ള ആ സാഹചര്യം കിട്ടിയാൽ അത് നടക്കും എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ട സന്ദർഭമാണിത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ സൊസൈറ്റിയിൽ? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ അല്ലേ? ഇതാണ് ഇന്നത്തെ വീഡിയോ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് കാണാം.